ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ടേസ്റ്റി ആൻഡ് ട്രഡീഷണൽ. ഇന്ന് ഞാൻ ഗുലാബ് ജാമുൻ കേക്ക് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, ലൈക്ക് ചെയ്യുക. കേക്കിലേക്കുള്ള സ്പോഞ്ച് നമുക്ക് തയ്യാറാക്കാം. അതിനായി അരക്കപ്പ് മൈദയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതിലേക്ക് 3/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. രണ്ട് എഗ്ഗിന്റെ വൈറ്റും യോക്കും സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട്. എഗ് വൈറ്റിനെ നമുക്ക് ബീറ്റ് ചെയ്യാം. എഗ് വൈറ്റിലേക്ക് ഒരു നുള്ളു ഉപ്പും 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് എഗ് യോക്കും കൂടി ചേർത്ത് ബീറ്റ് ചെയ്യാം. നമ്മുടെ എഗ്ഗ് ഏകദേശം ബീറ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര കുറേശ്ശെ ചേർത്ത് ഒന്നും കൂടി ബീറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ എഗ്ഗ് നല്ല ക്രീമി ആയിട്ട് ബീറ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിലും 1/4 കപ്പ് മിൽക്കും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് അരിച്ചു വെച്ച വെറ്റ് ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ചേർത്ത് ഫോൾഡ് ചെയ്തെടുക്കാം. സിക്സ് ഇഞ്ചിന്റെ കേക്ക് ടിന്നാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് ബാറ്റർ ഒഴിച്ച് ബേക്ക് ചെയ്തെടുക്കാം. നമുക്കിനി വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. അതിനായി 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഏകദേശം ബീറ്റായ ക്രീമിലേക്ക് 2 ടീസ്പൂൺ പൊടിച്ച പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് ബേക്ക് ആയിട്ടുണ്ട്. നമുക്കിതിനെ ലെയറായിട്ട് കട്ട് ചെയ്യാം. ഞാൻ ഇവിടെ 4 ലെയറായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. കേക്കിലേക്കുള്ള ഫില്ലിങ്ങിനായിട്ട് ഗുലാബ് ജാമുൻ എടുത്തിട്ടുണ്ട്. നമുക്കിനി ബോർഡിലേക്ക് ഒരു ലെയർ സ്പോഞ്ച് വെച്ച് കൊടുത്ത് ഗുലാബ് ജാമുന്റെ വെള്ളം കൊണ്ട് തന്നെ സ്പോഞ്ച് വെട്ടാക്കിയെടുക്കാം. ഇതിന് മുകളിലായി വിപ്പിംഗ് ക്രീം പരത്തി കൊടുക്കാം. ക്രീമിന് മുകളിലായി ചെറുതായി കട്ട് ചെയ്ത ഗുലാബ് ജാമുനും കുറച്ച് ചെറിയും കൂടി നമുക്ക് വെച്ചു കൊടുക്കാം.
ഇനി നമുക്ക് അടുത്ത ലെയർ സ്പോഞ്ചും കൂടി വെച്ചു കൊടുക്കാം. ഇനി നമുക്ക് ലാസ്റ്റ് ലെയർ സ്പോഞ്ചും കൂടി വെച്ചു കൊടുത്ത് ക്രം കോട്ട് ചെയ്തെടുക്കാം. കേക്ക് ക്രം കോട്ട് ചെയ്തതിനു ശേഷം വിപ്പിംഗ് ക്രീമിലേക്ക് യെല്ലോ കളർ ചേർത്ത് കൊടുത്ത് നമുക്ക് അടുത്ത കോട്ടിംഗ് കൂടി ചെയ്തെടുക്കാം. കേക്ക് നന്നായി തണുത്തതിനു ശേഷം ഇതുപോലൊരു ബ്രഷ് വെച്ച് കേക്കിന് ചുറ്റും ചെറിയൊരു ഡിസൈൻ ചെയ്ത് കൊടുക്കാം. നമുക്കിനി കേക്കിനെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ അടിപൊളി ഗുലാബ് ജാമുൻ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് റെസിപ്പിയുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.